ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പിയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയും മനുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മനുവിനോട് അലീന ചോദിക്കുകയാണ്, മനുവേട്ടൻ അറിയാമായിരുന്നോ എന്നെ സ്റ്റാലിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിൻ അപ്പൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുവരുന്നതെന്ന് മനുവേട്ടൻ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാൻ പാടില്ലായിരുന്നു, പക്ഷേ ഞാൻ ബാലചന്ദ്രൻ്റെ അങ്കിളുടെ മുന്നിൽ നിന്നും ആ ഒരു സത്യം മനസ്സിലാക്കിയതാണ്. അങ്കിളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. ഓഹോ, അപ്പോൾ മനുവേട്ടൻ അറിയാമായിരുന്നല്ലേ? ആ ശരിയാ, അറിയായിരുന്നു. എന്നിട്ടൊരു വാക്കുപോലും എന്നോട് മനുവേട്ടൻ പറഞ്ഞില്ലല്ലോ. അച്ഛനും എന്നെ പറ്റിച്ചു, അതേപോലെ തന്നെ മനുവേട്ടൻ എന്നോട് പറ്റിച്ചു. രണ്ടുപേരും എന്നോട് മിണ്ടാതെ എന്നെ പൊട്ടം കളിപ്പിച്ചല്ലേ? അലീനയോട് ഞാനിങ്ങനെ എങ്ങനെയായി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? എന്നോട് ബാലേന്ദ്രൻ അങ്കിള് പറഞ്ഞത് അലീനയോട് ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നാ. അപ്പം പിന്നെ എനിക്ക് ധിക്കരിക്കാനായിട്ട് പറ്റുമോ? അങ്കിൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും അലീനയോട് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എന്നാലും മനുവേട്ടനൊരു കാര്യം അറിയോ? ദേ, എന്നെ കാണാൻ വേണ്ടിയേ ഈ സ്റ്റാലിനപ്പൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് സത്യമാണോ? അപ്പം അത് മനുവേട്ടൻ അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല, അതൊന്നും ഞാൻ അറിഞ്ഞില്ല. അതെപ്പോൾ സംഭവിച്ചു, എങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സ്റ്റാലിനപ്പം എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നായിരുന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കി തന്നെ കൊണ്ടിരുന്നു. എന്നിട്ട് അലീന, നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അതിനെനിക്കറിയാമായിരുന്നോ എന്നെ കാണാൻ വേണ്ടിയാണ് വന്നായിരുന്നെന്ന്? അച്ഛൻ എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്, അയാളാണെന്നൊക്കെയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ അയാളുടെ നോട്ടത്തിലൊക്കെ എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നി. എൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ എന്നെ തന്നെയാണ് മനുവേട്ട സ്റ്റാലിനപ്പം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെന്താ ഇങ്ങനെ അച്ഛനിരിക്കുമ്പോൾ മകളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുന്നത്? അത് ശരിയാണോ എന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ പൊട്ടം കളിപ്പിക്കുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. തൊട്ടപ്പോഴേക്കും മലീന, ഇതെല്ലാം നിനക്ക് വേണ്ടി തന്നെയല്ലേ? ആ സമയത്ത് നിന്നോട് കള്ളത്തരങ്ങളൊന്നും പറയാനായിട്ട് തോന്നിക്കാണില്ല. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്കതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. എന്നാലും എന്നോട് പറയായിരുന്നു. അതിന് ശേഷമേ സ്റ്റാലിൻ അപ്പൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാൻ അച്ഛൻ വണ്ടിയായിട്ട് വന്നില്ലേ? ആ സമയത്ത് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് എന്നോട് പറയുക, നമ്മളിപ്പോൾ പോകുന്നത് സ്റ്റാലിനപ്പൻ്റെ വീട്ടിലേക്കാണെന്ന്. ഇത് കേട്ടതും ഞാനാകെ ഞെട്ടിപ്പോയി മനുവേട്ട. പിന്നെ ഇങ്ങോട്ട് വന്ന് ഞാൻ സ്റ്റാലിനപ്പനെ നേരിട്ട് കണ്ടപ്പോഴും ഞെട്ടിപ്പോയി. കാരണം ആ വീട്ടിൽ വന്ന ആൾ തന്നെയല്ലേ എൻ്റെ സ്റ്റാലിനപ്പൻ എന്നാലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ വിറങ്ങലിച്ച് പോയി. അതിനുശേഷമേ സ്റ്റാലിനപ്പൻ എൻ്റെ മുന്നിൽ വന്നേ ഹായ് അലീന എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി. പക്ഷേ ഞാൻ കൈ കൊടുത്തില്ല. അതെ, കൈ കൊടുക്കാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, ഞാൻ വിറച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ കൈ അനങ്ങുന്നു പോലും ഇല്ലായിരുന്നു മനുവേട്ട. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു മനുവേട്ട. ഞാനാകെ സ്തംഭിച്ച് നിൽക്കുമായിരുന്നു മനുവേട്ട. ഞാനങ്ങനെ കൈ നീട്ടിയിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഗ്ലാഡ് ടു മീറ്റ് യു എന്നും പറഞ്ഞാനായിരുന്നു. പക്ഷേ എനിക്കങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റിയില്ല മനുവേട്ട എന്ന് പറയാം. അതൊന്നും സാരമില്ല അലീനയ്ക്ക് ഇപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട്? സുഖമാണോ? അവിടെ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവിടെ ആരുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല മനുവേട്ട. സ്റ്റാലിനപ്പന് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇനി അവരോടും എനിക്ക് തല്ലുപിടിക്കേണ്ടി വരുമോ? അവരോട് എനിക്ക് മത്സരിക്കേണ്ടി വരുമോ? അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് മനുവേട്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മനുവേട്ട. അതൊക്കെ വിട്ടേര്. ഏതായാലും ബാലേന്ദ്രൻ അങ്കിള് അലീനയെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതറിയാലോ. പിന്നെ ബാലേന്ദ്രൻ അങ്കിള് അവിടെ നിന്ന് പോയിട്ടില്ലല്ലോ. ഇല്ല, എന്നെ ഹോട്ടലിൽ വെച്ച് എന്നെ വിളിച്ചായിരുന്നു എന്നൊക്കെ പറയാണ്. അങ്കിൾക്കും വലിയ താല്പര്യമൊന്നുമില്ല അലീനയെ വിട്ടുകളയാനായിട്ട്. അലീന, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എപ്പോഴും ഞാൻ കൂടെ തന്നെ ഉണ്ടാകും. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, കേട്ടല്ലോ? പിന്നെ വേറൊരു കാര്യമുണ്ട്. പിന്നെ മാഡം ഇല്ലേ, വൈജ മേഡം തിരിച്ചെത്തിയിട്ടുണ്ട്. ആണോ മനുവേട്ട? തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ? ബാലേന്ദ്രൻ അങ്കിളില്ല, എന്നാലും ഒരു ടെററാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. ബാലേന്ദ്രൻ അങ്കിൾ വരും പറയാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ദൈവമേ, എന്തായാലും ഒരു പ്രശ്നങ്ങളില്ലാതെ ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ മനുവേട്ട. അതെ, അതിനു വേണ്ടിയാണ്. പക്ഷേ അവിടെ വീടെടുത്ത് മറച്ചു വെക്കുന്ന രീതിയാണ് വൈജാൻ്റെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും അലീന സമാധാനമായിട്ടിരിക്കുക.
എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അലീനയ്ക്ക് വിളിച്ചു പറയാം. താങ്ക് യു മനുവേട്ട. മനുവേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കേ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു. എങ്കിൽ ശരി മനുവേട്ട, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളെ ഒന്ന് വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മുടെ അലീന നേരെ ഈ രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. അപ്പോൾ രോഹിത് ആണെങ്കിൽ അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. എടാ മോനെ രോഹിത്തെ, എന്തെടുക്കുവാടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അലീന ചേച്ചി ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത മൂഡ് ഓഫാണ് അലീന ചേച്ചി. അപ്പോൾ അതേ കൃഷ്ണമോൾ വരുന്നു. ആരാ അലീന ചേച്ചിയാണോ? എങ്കിൽ തന്നെ ഫോണും തന്നെ, എനിക്ക് ഫോൺ താ, എനിക്ക് സംസാരിക്കണം എന്ന് കൃഷ്ണമോൾ പറയണം. നീ ഒന്ന് മാറിയുന്നുണ്ട് കൃഷ്ണേ, മാറിക്ക്. അതെ അപ്പം കൃഷ്ണയാണെങ്കിൽ ബബിത ചേച്ചി ഇതെന്താ ചേച്ചി ഇത് എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയെ വിളിക്കാനായിട്ട് കൃഷ്ണമോളോട് പാഞ്ഞു പോവുക. അപ്പം അലീന പറയാണ്, എടാ ഫോൺ കൊടുക്കടാ, അവൾ കൊച്ചല്ലേടാ, സംസാരിക്കട്ടെ. പിന്നെ കൊച്ച് എൻ്റെ അത്രയായി. അലീന ചേച്ചി എന്തൊക്കെ വിശേഷം അത് പറ ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ എന്ത് വിശേഷമാണ്, ഇവിടെ വലിയൊരു റൂമാ. ആ റൂം എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോഴേക്കും ദേ ബബിതയെ ഓടിയിരിക്കണം. ദേ ഇങ്ങോട്ട് തന്നെ രോഹിതേട്ടാ, ഫോൺ തന്നെ പോടി, ഞാനൊന്നും ഫോൺ തരില്ല. എങ്കിൽ പിന്നെ സ്പീക്കർ ഫോൺ ഇട്, എനിക്ക് കേൾക്കണം, സ്പീക്കർ ഫോൺ ഇടാൻ. അപ്പോഴേക്കും നമ്മൾ അലീന ഏട്ടാ സ്പീക്കർ ഫോൺ ഇട്ട് കൊടുക്കട്ടെ രോഹിത്തെ. അങ്ങനെ സ്പീക്കർ ഫോൺ ഇടുകയാണ്. അപ്പോൾ ബബിതേ, എന്തൊക്കെയുണ്ട് ബബിത വിശേഷങ്ങൾ? ഇവിടെ എന്ത് വിശേഷം ചേച്ചി, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അച്ഛനവിടെ എത്തിയില്ലല്ലോ അല്ലേ? ഇല്ല, എത്തിയില്ല. അവിടെ തങ്ങുന്നല്ലേ പറഞ്ഞത്. അവൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു തങ്ങുവാണെന്ന്. പക്ഷേ അച്ഛൻ ക്ഷീണം കൊണ്ടൊന്നും അല്ല തങ്ങണത് എനിക്കറിയാം. ഞാൻ ഇല്ലാത്തത് കൊണ്ടുള്ളൊരു സങ്കടം, അതാണ് അച്ഛൻ്റെ മനസ്സിൽ. അതേ ചേച്ചി ഇവിടുന്ന് പോയില്ല, ഞങ്ങൾക്കും വളരെ സങ്കടമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബബിതയാണെങ്കിൽ അവിടെ എങ്ങനെയുണ്ട് ചേച്ചി പറ, അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറ. ചേച്ചിക്ക് അവിടെ എന്താ ജോലി? എനിക്കിവിടെ എന്താ ജോലിയെന്ന് എനിക്കറിയില്ല അലീന. ബബിത, അച്ഛനാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. ഇവിടെ കുറേ പേര് ജോലിക്കുണ്ട്. കുറേ പേര് ജോലിക്കുണ്ടോ? വീടൊക്കെ എങ്ങനെയാ? വീടോ വലിയ വീടെന്ന് പറയാൻ പറ്റില്ല, ഇത് ബംഗ്ലാവാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു 10 ബെഡ്റൂം ഉണ്ട്. മേളിലും വലിയ ഹാള്, താഴത്തും വലിയ ഹാള്, ബാൽക്കണി ആണെങ്കിലോ ഇഷ്ടം പോലെ ബാൽക്കണി. പിന്നെ ജോലിക്കാരെല്ലാം ആണുങ്ങളെ ജോലിക്കാർ. അപ്പോൾ പെണ്ണുങ്ങളാരും ഇല്ലേ? ഇല്ല, പെണ്ണുങ്ങളാരും ഞാൻ കണ്ടെന്നില്ല. അയ്യോ, ആണുങ്ങൾ മാത്രമല്ല ജോലിക്കാരുള്ള സ്ഥലത്ത് എങ്ങനെ അലീന ചേച്ചി അവിടെ നിൽക്കും? അതൊക്കെ ഡേഞ്ചറായ സ്ഥലമല്ലേ? അത്ര വലിയ ഡേഞ്ചറാണെന്നും തോന്നുന്നില്ല. അയൽവക്കത്തൊക്കെ വീടുണ്ടോ? എവിടെ? ഞാനൊരു വീട് പോലും കണ്ടില്ല. ഇവിടെ ഏക്കർ കണക്കിനൊരു സ്ഥലത്തിൽ ഒരു ബംഗ്ലാവ്, അത്രയും മാത്രമേ ഉള്ളൂ. അലീന ചേച്ചി, ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് അലീന ചേച്ചി അവിടെ നിൽക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛനല്ലേ എന്നോട് കൊണ്ടുവന്നാക്കിയത്. അച്ഛനൊന്നും അറിയാതെയും ഒന്നും നോക്കാതെ എന്നിവിടെ കൊണ്ടൊന്നും ആക്കില്ലല്ലോ. എല്ലാ കാര്യത്തിനും അച്ഛൻ കൂടെ തന്നെ ഉണ്ടാകും. ചേച്ചി എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിച്ചോളേ. പിന്നെ അല്ലാതെ മക്കളെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിക്കുമല്ലോ, വിളിക്കാനാണല്ലോ എനിക്ക് നിങ്ങളുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ചേച്ചി, എന്നാലും ചേച്ചിക്ക് അവിടെ സുഖമല്ലേ? എനിക്ക് നല്ല സുഖം തന്നെയാണ്. എനിക്ക് റൂം തന്നിരിക്കുന്നതേ ഭയങ്കര വലിയ റൂമാണ്, നല്ല അടച്ചുറപ്പുള്ള റൂം തന്നെയാണ്. ഇങ്ങോട്ടേക്ക് ആരും കയറി വരാനായിട്ട് പോകുന്നില്ല. പിന്നെ ഇവിടെ നാളെ നേരം വെളുക്കും പറയാം എനിക്ക് എന്തൊക്കെ ജോലിയാണെന്ന്. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും എന്നൊക്കെ പറയാണ്. ശരി ചേച്ചി, എങ്കിൽ പിന്നെ നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് ഫോൺ വയ്ക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുക. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന അത് രാവിലെ തന്നെ എണീക്കുമല്ലോ. രാവിലെ എണീറ്റ് അലീന ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുക, മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേച്ചി വരിക. അപ്പോൾ ആ ചേച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അലീന ഇങ്ങനെ തന്നെ നോക്കി നോക്കി. ഇവിടെ പെണ്ണുങ്ങളാരും ജോലിക്കില്ലെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതാരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക അലീന. അപ്പോൾ ഈ ചേച്ചിയും വരികയാണ്. അപ്പോൾ ഈ ചേച്ചി വന്നിട്ട് മോളാരാ, കുഞ്ഞാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ ഉള്ളതാ എന്ന് പറയാണ്. ഇവിടെ ഉള്ളതോ? അല്ല ചേച്ചി ആരാ? ഞാനിവിടെ ജോലിക്ക് വന്നതാണ്. ആണോ? ചേച്ചിക്ക് ഇവിടെ ജോലിയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനേ ഇവിടുത്തെ ചേട്ടൻ അന്വേഷിച്ച് വന്ന, ചേട്ടനെയൊന്നും കണ്ടില്ലല്ലോ. അവർ 8 മണിയായിട്ട് എണീക്കുള്ളൂ മോളെ. എനിക്കിവിടെ കുറച്ച് അടിച്ചു വരാനും പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴേക്ക് ഞാൻ പോകും, അത്രയേ ഉള്ളൂ. അല്ല കുഞ്ഞിൻ്റെ പേരെന്താ കുഞ്ഞെ? എൻ്റെ പേര് അലീനയെന്നാണ്. ആണോ? എപ്പോഴാണ് വന്നത്? ഇന്നലെ ഞാൻ വന്നത്. ആണല്ലേ? മോൾക്ക് എന്ത് ജോലിയെന്നാണ് പറഞ്ഞത്? എന്ത് ജോലിയാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി തരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആണല്ലേ? എങ്കിൽ പിന്നെ ഞാൻ ജോലിയുള്ള മുഴുവൻ തീർക്കട്ടെ കേട്ടോ. ശരി ചേച്ചി, ചേച്ചിയുടെ ജോലി നടക്കട്ടെ. അങ്ങനെ മുറ്റോലി അടിച്ചിടുകയാണ്. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ഇവർ ഇങ്ങനെ പാത്രമൊക്കെ കഴുകി വെക്കുക.
പാത്രമൊക്കെ കഴിച്ച് ചേച്ചി ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്ക് വേണ്ട കുഞ്ഞെ, ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാവുന്ന ജോലികളല്ലേ ഉള്ളൂ. ചേച്ചി ചായ കുടിച്ചായിരുന്നോ? ആ ഞാൻ ചായ കുടിച്ചായിരുന്നു. മോള് ചായ കുടിച്ചില്ല, ഞാൻ ഇട്ട് തരാം. അയ്യോ വേണ്ട ചേച്ചി, ഞാൻ ചായ ഇട്ട് കുടിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് ശരി മോളെ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുവാണേ. ആ ശരി ചേച്ചി ആയിക്കോട്ടെ. അങ്ങനെ ഈ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് എന്തൊരു സംശയം. ഈ ചേച്ചിയുടെ പിന്നാലെ ഓടുകയാണ് അലീന പിന്നാലെ ഓടി ചെന്നിട്ട് ആ ചേച്ചി അവിടെ നിന്നേച്ചി, ഒരു കാര്യമുണ്ട്. എന്താ കുഞ്ഞെ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എന്താ ചേച്ചി ആ സഞ്ചിയിൽ എന്ത്? ചേച്ചി വന്നപ്പോൾ ഈ സഞ്ചി ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നല്ലോ, പക്ഷേ സഞ്ചി ഉണ്ടായിരുന്നു, ചേച്ചി ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ സഞ്ചിയിൽ എന്താ ചേച്ചി നിറച്ചുകൊണ്ട് പോകുന്നത്? അത് പിന്നെ ഒന്നുമില്ല കുഞ്ഞെ, ഇവിടെ എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ കുറച്ച് സഹായിക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. എന്നാലും ചേച്ചി ഒന്ന് കാണിച്ചേ. അപ്പോൾ അതിൽ കുറേ പയറും പരിപ്പും അരിയും വെളിച്ചെണ്ണയും ഒക്കെ ഇരിക്കുക. ഇത് കണ്ടില്ല ഞെട്ടിപ്പോവാണ്. ഇതെന്താ ചേച്ചി ഇത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടുത്തെ എന്നെ ഒന്ന് സഹായിക്കുകയാണ് കുഞ്ഞെ. ശരി ആയിക്കോട്ടെ ചേച്ചി പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ അലീന ഈ ജോലിക്കാരി കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ്, കഥക് തട്ടുകയാണ്. അപ്പോൾ അതേ ഇറങ്ങി വരുന്നു. എന്താ കുഞ്ഞെ, കുഞ്ഞ് രാവിലെ എണീറ്റോ? നിങ്ങൾക്ക് എണീറ്റാനായില്ലേ? ഞങ്ങൾ 8 മണിയാകുമ്പോഴേ എണീക്കാറുള്ളൂ. അതെന്താ 8 മണിയാകുമ്പോൾ എണീക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേ അടുത്ത ആളും എണീറ്റ് വരികയാണ്. എന്താണ് നിങ്ങൾക്ക് ഉറക്കമൊഴിയൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോൾക്ക് എന്താ ഫുഡ് വേണോ? എങ്കിൽ പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം മോളെ. എനിക്ക് ഫുഡൊന്നും വേണ്ട, നമുക്കേ ഈ രീതികളൊക്കെ ഒന്ന് മാറ്റിയാലോ? അത് രാവിലെ എണീറ്റ് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാലോ? അയ്യോ അതൊന്നും പറ്റില്ല. അതേ കേണൽ സാബ് എണീറ്റ് വരുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 10-10:30 മതി, അതാണ് നിയമം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ ഇത്ര താമസമാണോ? അതൊന്നും പറ്റില്ല, നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് മാറ്റാതെ. പിന്നെ ചേട്ടന്മാർക്ക് എണീക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കിക്കോളാം. എന്താ പോരെ? അയ്യോ കുഞ്ഞൊന്നും ഉണ്ടാക്കണ്ട. അയ്യോ നിങ്ങൾ ഉണ്ടാക്കിയാലൊന്നും പറ്റൂല, ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണേ കേണൽ സാബിന് കഴിക്കാൻ ആഗ്രഹമുള്ളൂ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്കിതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ശരി ആയിക്കോട്ടെ, നാളെ മുതൽ നേരത്തെ എണീക്കണേ. എണീറ്റോളാം. അങ്ങനെ പറഞ്ഞിട്ട് അലീന പോകാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അടുത്തുള്ളൊരു ജോലിക്കാർ രാവിലെ വന്ന് മനുഷ്യനെ കുത്തിപ്പിടിച്ച് എണീച്ചോളൂ. എന്തായിട്ടാ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു കുഞ്ഞെ എന്ന് പറയാണ്. പിന്നെ ചേട്ടാ ഇവിടെ ഒരു ചേച്ചി രാവിലെ ജോലിക്ക് വന്നായിരുന്നേ. ആണോ? അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവില്ല. ശരിയാ പോയി. പക്ഷേ പോകുമ്പോൾ സഞ്ചിയിൽ നിറയെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ചേട്ടന്മാർ ഒരു സഹായം ചെയ്യുകയാണെന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. അയ്യോ കുഞ്ഞെ, അതൊരു പ്രാരാബ്ദമുള്ള ചേച്ചിയാണ്. ആ ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ. കുറച്ച് വേസ്റ്റ് വരുന്ന സാധനങ്ങളില്ലേ? വേസ്റ്റ് വരുന്ന സാധനങ്ങളോ? ഈ അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ ആണോ ചേട്ടാ വേസ്റ്റായിട്ട് വരുന്നത്? അയ്യോ കുഞ്ഞെ, അത് പിന്നെ അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ കേണൽ സാബിനെ അറിയാവോ നിങ്ങൾ സഹായം ചെയ്യുന്ന കാര്യം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ഒന്ന് ഞെട്ടുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക തന്നെ. നമസ്കാരം. താങ്ക് യു. ബൈ.